സഖാക്കളെ, ഞാനാണ് ജോയിന്റ് സെക്രട്ടറി. സഖാക്കൾ എന്താ പാട്, സുഖല്ലേ? ഞങ്ങൾക്ക് സാധനം കാണിച്ചതാ. ഇതാണ് ഞങ്ങളെ പാർട്ടി ഓഫീസ്. ആ റെഡ് കുപ്പായിട്ടോനാണ് ബാലസംഘ പ്രസിഡന്റ്. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്താ നല്ല വട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഞാനിങ്ങനെ പറയാൻ കാരണം, ഈ ചെറിയ പയ്യന്മാരുടെ ഒരു വീഡിയോ ഇവരിടുന്നു. ഞാനാണ് ജോയിന്റ് സെക്രട്ടറി, ഇന്ന ആളാണ് ബാലസംഘത്തിൻ്റെ യൂണിറ്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കൊച്ചു പയ്യൻ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കുട്ടിപ്പേര പോലെ ഒരു കുട്ടിപ്പേര ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ SFID DFID കൊടിയൊക്കെ നാട്ടിയിട്ട് അവർ പറയണം ഇതാണ് ഞങ്ങളുടെ പാർട്ടി ഓഫീസ് എന്ന്. ഇവർ സങ്കല്പങ്ങളൊക്കെ പറയുന്നത് ഇപ്പോഴേ ഇവരിത് അങ്ങനെ കെട്ടിയിട്ട് അത് പാർട്ടി ഓഫീസായിട്ടാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ ഇവന്മാർ വളർന്നു വലുതായി കഴിഞ്ഞാൽ എത്ര നല്ല സുന്ദരമായ പാർട്ടി ഓഫീസുകൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയം വേണ്ട. പക്ഷെ അതൊന്നല്ല, ഈ ഒരു പയ്യന്മാരുടെ വീഡിയോ സതീശ മേനോൻ മെറ്റയോട് പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരാണോ നിങ്ങൾ? എനിക്കതാ മനസ്സിലാവാത്തത്. നിങ്ങൾ എന്ത് മഹാ അബദ്ധങ്ങളാണ്. ശരിയാണ്, നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ വീഡിയോസുകൾ ഇതാ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ട ഒരു ഫോട്ടോ, നമ്മുടെ ഇപ്പോൾ 1 ലക്ഷം കൂടി കൊടുക്കണല്ലോ PMA വഴിയൊക്കെ നമുക്കിനി വീട് കിട്ടണമെങ്കിൽ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതിനെതിർത്തുകൊണ്ട് ഞാൻ ഇട്ട ഒരു വീഡിയോ, എതിർക്കച്ച് വിമർശിച്ചുകൊണ്ട് ഞാൻ ഇട്ടൊരു വീഡിയോ എനിക്ക് പണി കിട്ടി. ഫേസ്ബുക്കിൽ നിന്ന് മെറ്റ ഡിലീറ്റ് ചെയ്തു, നിയമപരമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ശരിയാണ്, വേണമെങ്കിൽ അത് ഗവൺമെന്റ് ചെയ്തതാണ്. അതായത് BD സതീശൻ എന്ന ഒരു പോസ്റ്റ് വരുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് എന്തെങ്കിലും ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ വരികയാണെങ്കിൽ ചുമ്മാ ഒക്കെ ഡിലീറ്റ് ചെയ്ത ആളെ ഇന്ത്യയിൽ മാത്രം കാണണ്ട, ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ കാണുക, എന്താ വെച്ചാൽ ആയിക്കോട്ടെ എന്ന രീതിയിലുള്ള സംഗതി പറഞ്ഞിട്ടുണ്ടാവാം. അതിന്റെ ഭാഗമായിട്ടാണ് എനിക്കും കഴിഞ്ഞ ദിവസം പണി കിട്ടി. പക്ഷേ ഈ ചെറിയ പിള്ളേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനാണ് ഇത് ഇതാ നോക്കി. ഞാനാണ് ജോയിന്റ് സെക്രട്ടറി. സഖാക്കൾ എന്താ പാട്, സുഖല്ലേ? ഞങ്ങൾക്ക് സാധനം കാണിച്ചതാ. ഇതാണ് ഞങ്ങളെ പാർട്ടി ഓഫീസ്. ആ റെഡ് കുപ്പായിട്ടോനാണ് ബാലസംഘ പ്രസിഡന്റ്. ഞാൻ പിന്നെ നിങ്ങൾക്ക് സാധനം കാണിച്ചതാ. ബാലസംഘ സെക്രട്ടറിനെ കാണിച്ചതാ. ഈ കൊല്ലങ്ങളെന്താ ഈ ഫോണൊക്കെ പിടിച്ചോ, അവൻ തന്നെയാണ് സെക്രട്ടറി. ഫോട്ടോ എടുക്കാനേ. സഖാക്കളെ വീഡിയോ ആണ്. ലാൽ സലാം സഖാക്കളെ, ഞാനാണ് ജോയിന്റ് സെക്രട്ടറി. ഇവിടെ പൊളിയണ സഖാക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഈ പയ്യന്മാർ ഇട്ടപ്പോൾ, ഇതിനു മുമ്പും ഈ പയ്യൻ വൈറലായ ഒരു പയ്യനാണ്. അതിന് താഴത്ത് നമ്മുടെ പിണറായി വിജയൻ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് തന്നെ ലാൽ സലാം എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇട്ടു. അതിന്റെ തൊട്ടടുത്ത് PM മുഹമ്മദ് റിയാസും ലാൽ സലാം സഖാക്കളെ എന്ന് പറഞ്ഞിട്ടു. അത് നിമിഷ നേരം കൊണ്ടാണ് അത് വൈറലായത്. ഈ വീഡിയോ 2-3 ലക്ഷത്തോളം ആളുകൾ കാണുന്നു, കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്നു. അതിനിടയിൽ അവരെ എതിർത്തുകൊണ്ടും തെറി പറഞ്ഞുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷേ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ അത് ആ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. കുട്ടി സഖാവ് എന്ന് പറയുന്ന ആ പേജ് അടക്കം ഡിലീറ്റ് ആക്കപ്പെടുന്നു. ഇപ്പൊ അതാണ് നമ്മുടെ കേരളത്തിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ചില ആളുകളൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, ഇതാ എന്ന അക്കൗണ്ടും മെറ്റ പൂട്ടി. ഇൻസ്റ്റാഗ്രാമിൽ കുട്ടി സഖാക്കൾ എന്ന പേരിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് നടപടി. വീഡിയോ കണ്ടില്ലേ? ഇപ്പൊ ഇതാണ് പറയുന്നത്. അതും വാർത്ത പറയുന്നത് നമ്മളോട് നമ്മുടെ സ്മൃതി പരുത്തിക്കാടാണ്. അപ്പോൾ അവർക്ക് എന്തായാലും ഇത്തരത്തിലുള്ള ഇടതുപക്ഷക്കാരുടെ ഇത്തരം പോസ്റ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെടുന്നതിൽ ഒരു അല്പസ്വല്പമൊക്കെ സന്തോഷം ഉണ്ടാവും. പക്ഷേ സ്വന്തം ചാനലിൽ തന്നെ പോസ്റ്ററുകളൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതും ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് ഇതിനൊക്കെ പുറകിലുള്ളതെന്ന് ഇവർ തന്നെ സംശയിക്കുന്നുണ്ട്. നമ്മളൊന്നും അങ്ങനെ സംശയിക്കുന്നില്ലേ? ഇനിയിപ്പോൾ VD സതീശനും ഈ ചെറിയ കുട്ടികളെ ഇൻസ്റ്റാഗ്രാം കൊണ്ട് പൂട്ടിച്ചിട്ടാ അല്ലേ? അതൊന്ന് പൂട്ടിച്ചിട്ട് മൂപ്പർക്ക് എന്ത് കിട്ടാനാണ്? മൂപ്പർക്ക് അത് കൂടുതൽ നെഗറ്റീവ് ആവുകയല്ലേ ചെയ്യുള്ളൂ, ഒരു തരത്തിലും പോസിറ്റീവ് ആവില്ലല്ലോ. പക്ഷെ ഇവരൊക്കെ പറയുന്നത് ഇങ്ങനെയാണെന്നേ. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കമന്റ് ചെയ്തിരുന്നു. 42 മണിക്കൂറിനകം 2 മില്യൺ വ്യൂസ് പേജിന് ലഭിച്ചു. എന്തായാലും ഈ ഒരു സംഗതിയൊക്കെ എന്ത് ചെയ്തു, ഗംഭീര വൈറലായെന്ന് മാത്രമല്ല ആ കുട്ടികൾ വീണ്ടും വൈറലായി. കുട്ടികളോടൊക്കെ വന്നിട്ട് പല ആൾക്കാരും പലരും ചോദിക്കാൻ തുടങ്ങി, എന്താണ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇനി ഇതാ പേരെന്തായിരുന്നേ? പേര് മറ്റാളെ പേരോ? നമ്മളെ കറുപ്പ് ഷർട്ടിന്റെ അല്ല, എന്താ വീഡിയോ ഒക്കെ ഉഷാറായിട്ടോ? നന്നായിട്ട്
ഇത് എനിക്ക് തോന്നുന്നത് മുഹമ്മദ് റിയാസ് ആണ്. യെസ്, നമ്മുടെ മുഹമ്മദ് റിയാസ് ആ കുട്ടികളെ വിളിച്ച് അഭിനന്ദിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടില്ല, ഇതിനെക്കുറിച്ച് വീണ്ടും 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 ഗംഭീര ചർച്ചകളൊക്കെ വരുന്നു. ഇനി ആ രക്ഷിതാക്കൾ പറയുന്നത് കേൾക്കൂ. ഇന്ന് രാവിലെയാണ് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വയലേഷന് എതിർക്കുന്ന മറ്റല്ലെങ്കിൽ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള മറ്റ് കണ്ടന്റുകളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മെയിൽ അയച്ചിട്ടുണ്ട്. ഇതുവരെ മറുപടി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. വെയിറ്റ് ചെയ്യണം മറുപടിക്ക് വേണ്ടിയിട്ട്. എന്തായാലും ഈ രക്ഷിതാക്കൾ തന്നെയാണ് ഈ അക്കൗണ്ടുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. കുട്ടികൾ ചെയ്തുകൊണ്ടാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വല്ല കുറ്റം പറയാം, പക്ഷെ അത് അങ്ങനെയൊന്നുമില്ലതാണ്. എന്തൊക്കെയായാലും സംഗതികളൊക്കെ ഭയങ്കര രസകരമാണ്. പണ്ട് നമ്മുടെ പിണറായി വിജയനെ മുണ്ടെടുത്ത മോഡി എന്നായിരുന്നു വിളിച്ചിരുന്നത്. അന്ന് നാട്ടുകാരൊക്കെ കൈയടിച്ചിരുന്നു അല്ലേ? ഇപ്പൊ ഈ മുണ്ടെടുത്ത മോഡി എന്നുള്ള ഒരു പ്രയോഗം ആർക്കാണ് കൂടുതൽ ചേരുക എന്ന് ഒന്ന് കമന്റ് ചെയ്തു പോവോ? ചിലപ്പോ ബൈ.